നമസ്കാരം ഗൈസ്, ആർജിയാണ് ഡൗൺലോഡ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു ഡയമണ്ട് വ്ലോഗ് തന്നെയാണ്. നമ്മൾ രാവിലെ ഞാൻ 7 മണിക്കിട്ടാണ് തേങ്ങ 11 മണിക്കാണ് ഇട്ടത് ഗൈസ്. അത് വേറൊരു കാര്യം. ഞാൻ 7 മണിക്ക് ഇട്ട് പല്ലേശി പ്രശ്നമായിട്ടില്ല, കാരണം പല്ലേശി വിശക്ക് കൊണ്ട് കഴിയും. തേങ്ങ കഴിച്ചത് ഇപ്പോഴാവില്ല, വെള്ളം കുടിക്കുന്ന ഇരിപ്പാണ് ഞാൻ വീഡിയോസ് എടുക്കുന്നത്. വീണ്ടുന്നില്ലാതുള്ളൂ. പിന്നെ രാമത്തെ ഫസ്റ്റ് ഇടും തലക്കൊക്കെ എണ്ണ ഇന്നലെ കടലിലൊക്കെ പോയിട്ട് തിരിച്ച് വന്നിട്ടുള്ളൂ. കടലിൽ കളിച്ച് കുളിച്ച് മണ്ണാരടങ്ങിയത് കടലിൽ ഫുൾ ഉപ്പുവെള്ളത്തിലായിട്ട് നശിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ തേച്ച് വെക്കണം ഇപ്പോഴേ, എന്നാലേ വൈകിട്ട് പോയിക്കോളൂ അല്ലേ, വൈകിട്ട് പോയിക്കോളൂ. ഇപ്പോൾ നമ്മൾ തേച്ച് ഫ്രഷപ്പാക്കി വെച്ചിട്ട് എണ്ണ പിടിക്കാൻ വേണ്ടി വെക്കണം. മരത്തിന് മുടിക്ക് എണ്ണ വെച്ച് വെക്കണം. എന്തായാലും തേങ്ങ എനിക്ക് എണ്ണ വെച്ചിടാൻ നോക്കുന്നുണ്ട്. തേങ്ങയുടെ തന്നെ ഓൾറെഡി എണ്ണ തേച്ച് കഴിഞ്ഞു. ഇപ്പം ഇട്ടിട്ട് എണ്ണയൊക്കെ തേച്ച് മുടി കെട്ടിച്ചിരിക്കുന്നു. ഇനി എൻ്റെ തല തേച്ചിടും. എന്തെണ്ണയാണ് തേങ്ങ തേക്കുന്നത് നമ്മളിപ്പോൾ? ഇത് തേങ്ങയ്ക്ക് ആരോ കൊടുത്ത എണ്ണയാണ്. ഇത് എണ്ണ തന്നെയാണോ? തേങ്ങ പണിക്കുന്ന സമയത്ത് ആരോ തന്ന നാച്ചുറൽ കെയർ ഓയിൽ എന്തോ ഇതിപ്പോൾ പണിക്കുന്ന സുത്തിയിട്ടുണ്ട്. അത് തേക്കുന്നു. അങ്ങനെ തേക്കട്ടെ. പൊട്ടിക്കരുത് തേങ്ങ, എണ്ണയ്ക്ക് തേച്ച് കൊടുത്തിട്ടൊക്കെ നമുക്ക്. എന്നിട്ട് വേണം ഭക്ഷണം മുകളിലോട്ട് എന്താ റെഡി. പക്ഷെ ഫസ്റ്റ് ഫസ്റ്റ് ഫുഡ് ഉണ്ടാക്കി തരണം. പച്ചക്കൊത്തിരി സാധനം പഴങ്ങളെ കൈതേ നീ മടി പിടിച്ചിരുന്നിട്ട് മനുഷ്യൻ പ്രാന്താക്കാൻ നടത്താൻ പറയുന്നത്. സർവീസ് സൈഡൊക്കെ തേങ്ങ ശ്രദ്ധിച്ച് തേക്കുള്ളൂ. അതുകൊണ്ട് ലെഫ്റ്റ് സൈഡ് ആദ്യം തേച്ച് പിടിക്കും. അവിടെ വേറെ കൊണ്ട് കുഴപ്പമില്ല. റൈറ്റ് സൈഡ് തേങ്ങ സൂക്ഷിച്ച് പതുക്കെ ചെയ്യുള്ളൂ. ആ കുഴി ഞാൻ നികത്തിക്കോളാം, നീ മേടിക്കണ്ട. എണ്ണ വെച്ചപ്പോൾ മുഖത്തിനും കൂടി എണ്ണ വെച്ചിട്ടുണ്ട്. തേങ്ങ ഒന്ന് മുടിയും താടിയും മീശ എല്ലാം കറക്കട്ടെന്ന് വെച്ചിട്ടാണ്. ഇതിപ്പം മുടിയും താടിയും മീശ മാത്രമല്ല, അതിൻ്റെ മുഖമടക്കം കറുത്ത് പോണ്. ഞാനില്ല, ഇത് കറുത്തിരിക്കുകയാണ്. തേങ്ങ എന്നെ വീണ്ടും വീണ്ടും കരിയിക്കുകയാണ്. മരം മുറിച്ചവർ കുറേ മരങ്ങളൊക്കെ എടുക്കാണ്ട് എനിക്ക് തോന്നുന്നു. അവർ വലിയ വലിയ മരങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ, ചെറുതൊന്നും എടുത്തിട്ടില്ല ഗൈസ്. നമ്മുടെ ജെല്ലൊക്കെ തുറന്നിട്ട് തേങ്ങ കുറച്ച് വെളിച്ചം കയറട്ടെ, കാറ്റ് കയറട്ടെ, ഫ്രഷ് എനർജി വായുവൊക്കെ സഞ്ചരിക്കട്ടെ. ഇതേ ശ്രുതി എന്നോട് തുറന്നിട്ടിരിക്കുന്നു. നമുക്ക് എന്തായാലും ആയിക്കോട്ടെ. ഞാൻ പല്ലേച്ച് പ്രശ്നമാട്ടെ, പല്ലേക്കാം ബാ. പല്ലേച്ച് പ്രശ്നപ്പാവണം. എൻ്റെ ടങ് ക്ലീനർ എടുത്തു. ഞാൻ പുതിയ ടങ് ക്ലീനർ വാങ്ങിച്ചു ഗൈസ്. ഇവിടെ ഉണ്ട്. ഞാൻ ടങ് ക്ലീനർ രാത്രി പൊട്ടിച്ച് അതിൻ്റെ ഉള്ളിലുണ്ട്. ഇതെൻ്റെ പുതിയ ടങ് ക്ലീനർ. നീ ഉദ്ഘാടനം ചെയ്ത് തരണ്ട, അവളെ ഉദ്ഘാടിക്കാൻ വന്നേക്കണം. ഉദ്ഘാടിക്കാൻ വാടി കഴുതേ എടുത്തോ, കപ്പെടുത്തോ. തേങ്ങ കഴുതിയല്ല തേങ്ങ. ഈ ഹരിതകർമ്മസേന വരാത്തോണ്ട് കേസ് പ്ലാസ്റ്റിക് വേസ്റ്റ് കാണിച്ചിട്ടാ. നിങ്ങൾ കണ്ടോ കേസ് കൂട്ടിച്ചങ്ങളൊക്കെ പ്ലാസ്റ്റിക് വേസ്റ്റ് ഹരിതകർമ്മസേനയൊക്കെ കൊണ്ടുപോകണം. നാറുകൾ വരാത്തതുകൊണ്ട് ആ ശല്യങ്ങൾ വിളിച്ചു കൊണ്ട് പെണ്ണുങ്ങൾ പൈസ പിടിക്കാൻ വന്നിട്ട് 2-3 മാസം കൂടുമ്പോൾ വന്നിട്ട് പൈസ വാങ്ങിച്ചിട്ട് പോകും. അതാണ് അവരുടെ പരിപാടി. എല്ലാ മാസം വന്ന് പൈസ വാങ്ങിച്ച് വേസ്റ്റ് എടുത്തിട്ട് പോകില്ല. ചോദിച്ചാൽ പറയും നിങ്ങളുടെ സ്ഥിരമായിട്ട് ഇവിടെ ഇല്ലല്ലോ. സ്ഥിരമായിട്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇവിടെ പൈസ നമ്മൾ കൊടുക്കൂലേ എന്ന് ചോദിച്ചു. നമ്മൾ സ്ഥിരമായിട്ടില്ലെങ്കിൽ വേസ്റ്റോടെ കെട്ടി വെക്കാറുണ്ട് എടുത്തിട്ട് പോകാനായിട്ട്. എന്നാൽ അവർ ഫുള്ളായിട്ട് എടുത്തിട്ട് പോകില്ല താനും. അതൊക്കെയാണ് ഇവിടുത്തെ വേറെ പ്രശ്നം. പണ്ട് കായല്ല, നമ്മളൊക്കെ ഗതികേട് സഹിക്കന്നെ ഇറ്റങ്ങളെയൊക്കെ അല്ല ശ്രുതി. കാരണം ഇപ്പം എന്താവശ്യം പോയാലും ഹരിതകർമ്മസേനയുടെ കാർഡ് വേണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അത് തരുള്ളൂ എന്ന് പറയുള്ളൂ. പക്ഷെ എന്തെങ്കിലും ആവശ്യത്തോട് കിട്ടിയിട്ടില്ലെന്ന് വെച്ചാൽ ഒരു കോപ്പും കിട്ടിയിട്ടില്ല പഞ്ചായത്തിന്. അത് വേറെ കാര്യം. കഴിച്ച പാത്രമൊക്കെ ശ്രുതി കഴുകിയെടുക്കാണ്. പിന്നെ കാലം കഴുകിയെടുക്കാണ്ട് വേറെ പാത്രമൊന്നുമില്ലല്ലോ കഴിയാൻ. അങ്ങനെ കുറച്ച് പാത്രമുള്ളൂ. കഴുകിയെടുത്ത് പോയി കഴിഞ്ഞാൽ പരിപാടി പോയിട്ട് ഭക്ഷണം കഴിക്കാം. ഞാൻ പോയി പല്ലേക്കട്ടെ കേസ്. ശ്രുതി അമ്മയ്ക്കും പാത്രം കഴിച്ചെടുക്കും. വെള്ളം കുറട്ടെ. ഇക്കാളുള്ള കുപ്പിയിൽ വെള്ളമൊക്കെ അരിച്ചെടുത്ത് വേണം. കുറച്ച് പൊടിയുണ്ട് വെള്ളത്തിൽ. അപ്പോൾ അരിച്ചെടുത്രേ ആയില്ലേ, അടിയായി വെള്ളം. അത്ര അടിയായി വെള്ളം. ആ വേറെ കാര്യം. അപ്പോൾ ശ്രുതി കലത്തിൽ അരിച്ചെടുക്കാം. അരിപ്പ് വേണം അതിനകത്ത്. പക്ഷേ പൊടി വെള്ളം കുഴപ്പമില്ല. നല്ല അരിച്ച വെള്ളം എടുത്തിട്ടുണ്ട് കലത്തിൽ. അത് നമുക്ക് കുക്ക് ചെയ്യാൻ ആവശ്യത്തിന് ഉപയോഗിക്കാം അല്ലേ.
അങ്ങനെയാണെങ്കിൽ മറ്റേ ചോപ്പ് ബക്കറ്റ് എടുത്തല്ല. ചോപ്പ് ബക്കറ്റ് കാലില്ല പറഞ്ഞൂല്ലേ, ഇന്നത്തെ രൂപ അങ്ങോട്ട് നിറയ്ക്കാം. അങ്ങോട്ട് നിറച്ച് കഴിഞ്ഞാൽ കുടിക്കാൻ വെള്ളം നിറച്ച് ഇത് കൊണ്ടുപോയിക്കോ. ഈ കുപ്പികൾ, ഈ കലോ കുപ്പി എന്തെങ്കിലും കൊണ്ടുപോയിക്കോ. മുകളിൽ ഫ്ലൈറ്റ് പോകുന്നു. അരിപ്പ് കൊണ്ടിരിക്കട്ടെ, ചോപ്പ് ബക്കറ്റ് നിറച്ചിട്ട് കൊണ്ടുപോവാം. മുകളിൽ ഫ്ലൈറ്റ് പോകുന്നു. സൂര്യ കൊണ്ടുവച്ചിട്ട് വരട്ടെ. എന്നിട്ട് വേണം ചോപ്പ് ബക്കറ്റ് നിറക്കണം. ചോപ്പ് ബക്കറ്റ് വീട്ടിനകത്ത് വെച്ചിരിക്കുന്നത് ആ ബക്കറ്റിൽ വെള്ളത്തിലാണ് നമ്മൾ കൂടുതൽ കുക്ക് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നത്. ഫ്ലൈറ്റ് പോകണം നോക്കിയിരിക്കുക. മുകളിലേക്ക് കാണുന്നില്ല, എവിടെ പോയി? ഇതേ പോകണം. വീഡിയോ കാണും. ഇതേ കണ്ടോ പോണത്. ഫ്ലൈറ്റ് പോകണ്ട. ഇവിടെ നിന്ന് കാണാൻ പറ്റും. തിരുവനന്തപുരം എയർപോർട്ടിലെ ഫ്ലൈറ്റ് പോകുന്നത് ഇതിൽ കൂടെയാണ് കാണാൻ പറ്റും. എന്തായാലും പോട്ടെ, നമുക്കും റേറ്റിൽ കാണാനുള്ള അവസരമൊക്കെ റെഡിയാവും. ഒരു കാലത്ത് നമുക്ക് നല്ല കാലം വരുമല്ലോ. കാണാൻ ചോപ്പ് ബക്കറ്റ്. ഇപ്പോൾ ചോപ്പ് ബക്കറ്റ് കഴിയുമ്പോൾ കണ്ടില്ല, വെള്ളം ചെറുവെള്ളമായിരുന്നു പോയത്. പക്ഷേ ഓരിറങ്ങിയിട്ടല്ലേ കലങ്ങി വെള്ളം ആലിട്ട് വെച്ച് ഓരോന്നും കണ്ടിട്ട് ഇപ്പോൾ ഓരിറങ്ങിയിട്ട് വെള്ളം പോയത്. ഇനി കലക്കാതെ വെള്ളം കോരി എടുത്ത് രക്ഷപ്പെട്ടു. ഇല്ലേ ശ്രുതി? എണ്ണയും കൂടി തല തേച്ചതുകൊണ്ട് വയ്യാതാവുന്ന പനി വരാൻ പിന്നെ വേറെ വഴി വേണ്ട. അത് കലങ്ങാതെ കോരൻ എന്തായാലും കോരൻ. അങ്ങനെ തോട്ടി ഇഷ്ടം പോലെ പൊടിയുണ്ട്. ഇതേ രാവിലത്തെ ഭക്ഷണത്തിനുള്ള പ്രിപ്പറേഷനാണ്. തക്കാളി കറി. എന്താ കറി ഉണ്ടാക്കണേ? തക്കാളി കറി. ഗൈസ് ശ്രുതി തക്കാളി കറി ഉണ്ട് ഉറപ്പിക്കാൻ രീതി. കഴിഞ്ഞ തക്കാളി കറി നിന്ന് തക്കാളി കറി തന്നെയാണ്. ദോശ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇല്ലേ ശ്രുതി? രാവിലെ സമയം ഉച്ചയായി, വേറെ കാര്യം 12 മണിയായി. പിന്നെ ഗൈസ് ഇത് നമ്മൾ ദിവസം ഇന്നലെ കന്യാകുമാരി പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചാണ്. ഇത് നമ്മുടെ കപ്പയും ചക്കയൊക്കെ പുഴുങ്ങി കുടയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന സാധനം. എല്ലാ സാധനങ്ങളൊക്കെ കടയിലേക്ക് ഉപയോഗിക്കാം. പിന്നെ ഇത് ദോശകളിലൊക്കെ എണ്ണ കിട്ടാൻ വേണ്ടി വാങ്ങിച്ചതാണ് ബ്രഷ്. അപ്പോൾ അത് വാങ്ങിച്ചത് അത് 20 രൂപ ഒരെണ്ണത്തിന് ഇല്ലേ? അത് 20 രൂപയും ഉടയ്ക്കുന്ന സാധനത്തിന് 30 രൂപയാണ് റേറ്റ്. അപ്പോൾ വലിയ കുഴപ്പമില്ല. നീ ഉടച്ച് നോക്കാം, അപ്പം അറിയാം പൊട്ടി പോകില്ലോ എന്നൊക്കെ. തവയ്ക്ക് വിലയില്ലാത്ത തവിയേൻ്റെ പേരിൽ 40 രൂപ. അതുകൊണ്ട് തന്നെ ബലം ഉണ്ടാവില്ല. അത് ചുടക്കാൻ നോക്കിയാൽ പൊട്ടിപ്പോകും. ഇനി ഇതിന് 30 രൂപ ഉള്ളൂ. ഇത് ചുടയ്ക്കുമ്പോൾ പൊട്ടിപ്പോകില്ലോ എന്നൊക്കെ കാണാം. അപ്പോൾ എന്തായാലും നമുക്ക് ഉപയോഗിച്ച് നോക്കുമ്പോൾ അറിയാം. ഇത് കറിക്കും ദോശകളൊക്കെ എല്ലാം അടുപ്പ് വെച്ചിട്ടുണ്ട്, ചട്ടയൊക്കെ വെച്ചിട്ടുണ്ട്. ചൂടായിക്കൊണ്ടിരിക്കുന്നതൊക്കെ ഇത് സെറ്റാക്കാൻ വേണ്ടി പോവാണ്. മുരിങ്ങക്കോലൊക്കെ ഇട്ട് തക്കാളി കറി ഉണ്ടാക്കണോ? മീനിലൊക്കെ മീൻ കറി. എന്താണ് പുളിയിട്ട് നശിപ്പിക്കരുത്. ഓൾറെഡി തക്കാളി കറിക്ക് പുളി ആയിരിക്കുമല്ലോ. ശ്രുതിക്കും ഭയങ്കര ഇഷ്ടമാണ് കേസ് പുളി. എനിക്ക് അത്ര പുളി ഇഷ്ടമില്ല. പുളി ആവശ്യത്തിന് വേണം, പക്ഷെ ഓവറാകുമ്പോൾ ശ്രുതി കഴിക്കുന്ന അത്രയും പുളി ഞാൻ കഴിക്കൂല. ഞാൻ ഓടിക്കളയും. തേങ്ങ ശ്രുതിക്ക് നല്ല പുളി വേണം. ആ ചട്ടി ഇപ്പോൾ എണ്ണ കരിഞ്ഞുകൊണ്ടാ കയ്യാറായി. അപ്പോൾ അത് മുറിക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ ഇട്ടാൽ നേതൃത്വത്തിന് ഓരോന്നിട്ട് നേതൃത്വം അരിഞ്ഞുകൊണ്ടിരിക്കും. ചെടി പോയിരുന്നേ ഒരു വർഷയുടെ അനങ്ങാതെ വളരാത്തൊരു പൊടിച്ച സാധനം. പേര് കറിവേപ്പില ചെടിയാണ്. ഒരു തുള്ളി പോലും വളർച്ചയില്ല, മുകളിച്ചിരിക്കുക. നിന്നെപ്പോലെ തന്നെ നിന്റെ വീടല്ലേ ഈ വീട്? ഭയങ്കര ഐശ്വര്യ കേസ്. ഇത് തേങ്ങ നീ എന്നെ കുറ്റം പറഞ്ഞുണ്ടോ? നിന്റെ വീട്ടിനെ കുറ്റം പറഞ്ഞാൽ ആ വീടിനും പറയും നിന്റെ കൂടെ ഇരിക്കാം. നീന്തത് മീൻ കറിയും ഇപ്പുറത്ത് ദോശ ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്താവട്ടെ ഫുഡ് കഴിക്കാനെത്തി. എനിക്ക് നല്ല വിശപ്പ് തുടങ്ങി. തേങ്ങയ്ക്ക് ഇഷ്ടമുണ്ട്. പിന്നെ ലേറ്റാക്കിയത് തേങ്ങ തന്നെയാണല്ലോ. തേങ്ങയ്ക്കൊന്നും കുറ്റം പറഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് ഒന്നും ചെയ്യാതെ വായും കൂടി ഉണ്ടാകുന്നത് ചിന്തിക്കാതെ. പിന്നെ ഇതൊക്കെ ഞാൻ പറയുമ്പോൾ തിരിച്ച് നല്ലത് വർത്താമെന്നാണ്.
ഉറക്കത്തിലായതുകൊണ്ടാണ് എന്താ ലേറ്റ് ആയത്. പിന്നെ ഇന്നലെ യാത്രയൊക്കെ ചെയ്ത് വന്നതിൻ്റെ ക്ഷീണവും അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും നടക്കാൻ രാവിലെ നേരത്തെ എണീക്കാത്ത തേങ്ങ ഒന്ന് ലേറ്റാക്കിയത്. ഇല്ല തേങ്ങ രാവിലെ നേരത്തെ എണീക്കാത്ത തേങ്ങ ലേറ്റാക്കിയത്. സാധാരണ ലേറ്റാവുന്ന കിടന്നുറങ്ങി. ഞാൻ ലേറ്റാക്കിയത്. എന്തായാലും കുഴപ്പമില്ല, പോട്ടെ. സ്ഥിരമായിട്ട് ലേറ്റ് ആണെങ്കിലും ഇന്ന് ഇച്ചിരി കൂടുതലായി പോയി. അതാണ് സ്ഥിരമായിട്ട് തേങ്ങ 8 മണി 9 മണി എണീക്കുള്ളൂ. ഇന്ന് 11 മണി കഴിയുന്നുള്ളൂ. അതുകൊണ്ട് 12 ആയിട്ടും ഫുഡായിട്ടില്ല. അതിൽ 12 ആകുമ്പോൾ ആവേണ്ടതാണ്. ഞാൻ കുറ്റം പറഞ്ഞ സമയത്ത് അപ്പുറത്ത് കരിഞ്ഞു പോയി. തേങ്ങ കുറ്റത്തെ ശ്രദ്ധിച്ചിരുന്നുകൊണ്ട് കരിഞ്ഞ ശ്രദ്ധിച്ചില്ല. എന്താണ് തേങ്ങ? എന്നാലും ബ്രേക്ക്ഫാസ്റ്റ് ആവട്ടെ ഗൈസ്. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ഫൈനൽ ലുക്ക് അയക്കുമ്പോൾ കാണിക്കാം. അല്ല തേങ്ങ കുക്കിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ദോശയുടെ പകുതിയൊന്നും കാണാനില്ലാതൊക്കെ ശ്രുതിയുടെ വായിലുണ്ട്. ശ്രുതി നടന്നു വരുന്നതാണ്. ശ്രുതിയുടെ വിശപ്പ് അങ്ങനെ മാറും. ഇടയ്ക്ക് ഒരു വാങ്ങി കൂടി തന്നായിരുന്നു. ഇന്നത്തെ വിഷമോണ്ട് പണിയെടുക്കാൻ ഇച്ചിരി പാടല്ലേ. വിഷമോണ്ട് വിശപ്പ് മാറ്റിക്കൊണ്ട് പണിയെടുക്കാണ്. എന്താ തേങ്ങ ഐഡിയ കൺ ചേഞ്ച് യുവർ ലൈഫ്. ആ തേങ്ങയുടെ ഐഡിയ. ഒരു ഉടുപ്പൊക്കെ ഊരി ഇട്ടിട്ട് ഫുഡ് കഴിക്കായിരുന്നു. തക്കാളിക്കറി നമ്മളത് സെറ്റായിട്ടുണ്ട്. പിന്നെ മുകളിൽ നിന്ന് ഇച്ചിരി കറി എന്ന് അതും ഒക്കെ കൂടി ആർച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനും പോയി കഴിക്കട്ടെ. അത് പോരാ, എന്നാ ഞാൻ കഴിക്കട്ടെ. കൊള്ളാമോ? ഭക്ഷണം കഴിച്ച് കുറച്ച് റെസ്റ്റാണ് കേസ്. ചോദ്യം കൊണ്ടൊക്കെ കുറച്ച് മൊബൈൽ കഴിച്ചിരിക്കാം. ഞാനൊന്ന് കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിൽ കിടക്കാം. ഒരുപാട് നേരത്തെ ഉറക്കത്തിന് ശേഷം ഓ നീ അങ്ങനെ നീ ഉറങ്ങി ശ്രുതി. അതിന് എന്തായാലും ഉറങ്ങിയിട്ടുണ്ട്. കുറച്ച് കൂടെ ഉറങ്ങി. ഓക്കെ ശ്രുതി ഞാൻ ഉറങ്ങിയിട്ടില്ല. ശ്രുതി വെച്ചിട്ടുണ്ടാക്കണം. ഓക്കെ ശ്രുതി ഉറങ്ങിയിട്ടില്ല. ആയിക്കോട്ടെ ശ്രുതി ഉറങ്ങിയിട്ടില്ല, ഞാൻ ഉറങ്ങി. ഓക്കെ രണ്ടുപേരും കൂടി കിടന്നിട്ടാണ് ഉറങ്ങിയത്. എന്നിട്ട് ഇപ്പം എണീറ്റ് വന്നിട്ട് തേങ്ങ ദോശ വെച്ചിട്ടുണ്ടെങ്കിൽ ദോശ നമ്മൾ രാവിലെ ഉണ്ടാക്കുന്ന ബാക്കി ദോശ ഉണ്ടെന്ന് ആ ദോശയും തക്കാളിക്കറിയും കൂടി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കരിക്കൂട്ടി കുടിച്ചിട്ട് എനിക്കൊരു തുടി കരിക്കാൻ പറ്റില്ല. എന്നാ എനിക്ക് തന്നിട്ട് കരിക്ക് സ്വന്തമായിട്ട് കുടിച്ചിട്ട് എൻ്റെ വീട്ടിൽ സ്വന്തമായിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കാം. കരിക്ക് വെട്ടി കുടിച്ചിട്ട് അത് പൊളിച്ചിട്ട് ഒന്നും ചെയ്ത് കഴിച്ചു. എന്നിട്ട് എനിക്ക് തന്നിട്ടില്ല. കരിക്കത്തെ എന്താ തേങ്ങ ഉണങ്ങാണ് ഞാൻ ഇതൊക്കെ എടുത്ത് കൊടുക്കുകയും ചെയ്യും. വിളിച്ചൊക്കെ എനിക്ക് എന്തൊന്നുമില്ല. ഇതാവുന്ന വേണ്ട. പിന്നെ തേങ്ങ ഓർമ്മയില്ല 2-3 വെട്ടി പൊളിച്ചേക്കുന്നു. എല്ലാം തിന്നിട്ട് ഇപ്പോൾ ദോശ തിന്നോണ്ടിരിക്കാം. വയറ്റിൽ വല്ല കൊക്കോപ്പുഴുവിൻ്റെ വീട് വല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വലിയൊരു ഇതുണ്ടോ? വല്ലാത്ത തീറ്റ തന്നെ. വിശപ്പുണ്ടെന്ന്. തേങ്ങയുടെ വയറ്റിൽ കൊക്കപ്പുഴു ഒരു കൊട്ടാരം കെട്ടി ജീവിക്കുന്നുണ്ട്. അതാണ് ഈ പറഞ്ഞു വരുന്നത്. ഇതൊക്കെ എവിടെ പോകുന്നുണ്ട്? ഒന്നും കാണുന്നില്ലേ? ശരിക്കും കൊടുക്കുന്നുണ്ട്. തേങ്ങ കഴിച്ചോണ്ടിരിക്കുന്നുണ്ട്. ആ കുളിച്ച് പ്രശ്നമാണോ? ഇവിടെ കുളിച്ച് പ്രശ്നമാണോ കഴിച്ചു? ഞാൻ ശരിക്കും ഉറങ്ങിപ്പോയി. ഒന്നുകൂടി പറഞ്ഞു അത്രയും വലിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓരോരോ കാരണങ്ങളെ ലാസ്റ്റ് കഴിക്കത് എനിക്ക് വിടുതലാണ് ശ്രുതി. എന്നിട്ട് ഇത് കുടിച്ചിട്ട് പോയി കുളിച്ച് പ്രശ്നമുള്ള കാര്യം ചെയ്യാം. തുണി നടക്കണല്ലേ? ആയിക്കോട്ടെ. ചെറിയ കഴിക്കാണ്, എന്നാലും കുഴപ്പമില്ല അല്ലേ നിഷു? തേങ്ങ കുഞ്ഞു കഴിക്കണം കേസ്.
നീ സ്ട്രോ ഇടുന്നു തേങ്ങ നീ സ്ട്രോ ഇട്ട് കുടിച്ചപ്പോൾ രാവിലെ സ്ട്രോ ഇങ്ങനെ ഒരു ഐഡിയ ടെക്നോളജിയുടെ വളർച്ചി സ്ട്രോയില് കുറച്ചേ ഉള്ളൂ, ഒരു അര ഗ്ലാസ് വെള്ളമൊക്കെ ഉണ്ടാവുള്ളൂ. കുഞ്ഞു തേങ്ങ, ഇളം തേങ്ങ മതിയടാ, കൊതിയ. നല്ല മധുരല്ലേ? ഇത് ശ്രുതി നിന്നിട്ട് തേങ്ങയുടെ ബാക്കി പകുതി തേങ്ങയാണ്. ഇത് കൂട്ടിയിട്ടില്ല. ഇത് രാത്രിക്ക് ചമ്മന്തി അരയ്ക്കാൻ വേണ്ടി ശ്രുതി മാറ്റിച്ചിരിക്കുകയാണ്. തേങ്ങ കഞ്ഞി കുടിക്കുന്ന ആഗ്രഹം, ചമ്മന്തി അരച്ച് കഞ്ഞി കുടിക്കണം എന്നുള്ള പ്ലാനിലിരിക്കുന്നത്. ഇത് നേരത്തെ തേങ്ങ അയച്ചത് ബാക്കിയാണ്. എന്നാലും ഒരു തേങ്ങ വലുത് കാണാമല്ലോ കേസ്. അത് തേങ്ങ തീർത്ത് ഫുള്ളായിട്ട് ഒറ്റയ്ക്ക്. ഓ പിന്നെ ഇനിയിപ്പോൾ അങ്ങനെ പറഞ്ഞാൽ മതിയല്ലേ. കുളിക്കാൻ വേണ്ടി പോയിട്ട് ബാത്റൂമൊക്കെ എടുത്ത് വെച്ചോണ്ടിരിക്കുക. ഞാൻ പോയി കുളിക്കട്ടെ കേസ്. കുളിച്ച് പ്രശ്നമൊക്കെ വന്നിട്ട് നമുക്ക് മഴ മുകളിൽ കയറിപ്പോകും. അത് നിവർത്തിച്ച മാത്രമേ മരങ്ങൾ പോയത് കൂടി അത് നിവർത്തിച്ചില്ലെങ്കിൽ നമ്മളോട് നിന്ന് കുളിക്കാൻ എല്ലാവരും കാണാൻ പറ്റും. അവിടെ നിന്ന് പച്ചത്തെ കുളിച്ചോണ്ടിരിക്കുക. എല്ലാ സാഹചര്യത്തിലും നമുക്ക് പറ്റൂല. അപ്പോൾ ചേട്ടാ അപ്പോൾ കുളിയെ കഴിഞ്ഞ് വന്നു ഇപ്പോൾ ഡ്രസ്സൊക്കെ മാറ്റി നമുക്ക് നമുക്ക് മുകളിലേക്ക് ഇറങ്ങണം. തേങ്ങയാണെങ്കിൽ കുളിച്ച് ഡ്രസ്സ് മാറിയിട്ടില്ല. ഇവിടെ ഫാൻ ചുട്ടിരിക്കുക. കുളിച്ച് കഴിഞ്ഞ് ഇവിടെ ഫാൻ ചുട്ടൊന്ന് കാറ്റുകൊണ്ടിരിക്കുക. ഡ്രസ്സ് മാറാതെ ഇവിടെ ഡ്രസ്സുമായിട്ട് ഇറങ്ങി പോകണം. തേങ്ങ എണീക്കേ പോട്ടെ കേസ്. കുളിയൊക്കെ കഴിഞ്ഞ് ഞാനും ഡ്രസ്സൊക്കെ മാറി, ആൾക്ക് ഡ്രസ്സൊക്കെ മാറി വിയർത്തൊലിക്കാണ്. ആദ്യം അതിൻ്റെ അണ്ടർവെയർ മാത്രം കഴുകിയിട്ടു. ഞാൻ പിന്നെ നാളെ അലക്കുന്നത്. എനിക്ക് എന്തായാലും ഒത്തിരി ഡ്രസ്സ് അലക്കാൻ കഴിയുക. അതുകൊണ്ട് അസ് ഈ ബൾബ് അടിച്ചു പോയി. നമ്മളെ കാര്യത്തിൽ തീരുമാനം അതൊരു പറഞ്ഞിട്ട് അത് ഇതുവഴി കയറി വീഴാൻ അല്ലാത്ത വഴി കൂടെ നല്ല വീഴും. ഞാൻ ഇതുവഴി കയറി മുകളിൽ വെയിറ്റ് ചെയ്ത് നിൽക്കാൻ തുടങ്ങി. അഞ്ചാറ് തടിയൊക്കെ ഇവിടെ കിടപ്പുണ്ട് തെങ്ങിൻ്റെ. പക്ഷെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇവിടെ കൊണ്ടിട്ട് പന്നി ഫുള്ളും കുത്തി ഇളക്കി. എന്ത് ചെയ്യാൻ? ആദ്യം അതുവഴിയാണ് കയറി പറഞ്ഞാൽ എന്തായാലും എത്തി. എത്തി നല്ല ഇടി മുഴങ്ങുന്നുണ്ട്. നല്ല അടിപൊളി മഴ പെയ്യാൻ സാധ്യതയുണ്ട്. ഞാൻ നോക്കാം. ഉണ്ടായില്ല ഇത്രയും നേരത്തെ അങ്ങോട്ട് വന്നിട്ടേ ഇല്ല. ഇപ്പം നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും തിരിച്ചിറങ്ങി നമ്മളൊപ്പം വരും. പകുതി വരെ വന്നിട്ട് തിരിച്ചു വരും. എന്നാലും ഇപ്പം നമ്മൾ വീടിൻ്റെ അവിടെ വന്ന ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ഒരു ലൈറ്റ് അടിച്ച് പോകാറായി. പറമ്പൊക്കെ എന്തായാലും ഇപ്പോൾ നിങ്ങൾ അങ്ങ് അറ്റൊരു മല കാണുന്നുണ്ട്. ആ മലയിലൊരു മനുഷ്യൻ കിടക്കുമ്പോഴത്തെ ഒരു പാറയുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അഗസ്ത്യാർകുടം മല. അതാണ്. ഇതും അഗസ്ത്യാർകുടം മലയുടെ ഭാഗമാണ്. പിന്നെ ഡിവൈഡായി അങ്ങനെ അങ്ങോട്ട് ഇപ്പോഴും വീടൊന്നുമില്ല. അഗസ്ത്യാർകുടം അങ്ങോട്ട് എന്തായാലും പോവാം. നമുക്ക് തിരിച്ചു പോവാം. ഈ വീട് കച്ചവടമായി കഴിച്ചു. വാ. ഇത് ഇപ്പം എൻ്റെ കയ്യിലുള്ള ടോർച്ചിൻ്റെ ലൈറ്റാണ്. കാണാം. അതായത് കണ്ടോ, സ്പോട്ട് ലൈറ്റ്. അങ്ങ് ദൂരെ വരെ പോകും. എങ്ങും ടോർച്ച് അടിച്ച് അങ്ങ് അറ്റം വരെ പോയാലേ ഉള്ളൂ. അതാണ്. എന്തായാലും നമുക്ക് നേരെ വീട്ടിൽ പോകാം. ഗായ്സ്, വീടിൻ്റെ ലൈറ്റ് അടിച്ചു പോയി. കണ്ടോ, കണ്ടാ ബൾബ് കത്തുന്നില്ല, അടിച്ചു പോയി. ഇത് എൻ്റെ എന്താ പറയുക ടോർച്ചിൻ്റെ ലൈറ്റിൻ്റെ വെട്ടത്തിലാണ് നിങ്ങൾ കാണുന്നത്. എന്തായാലും വീട്ടിൽ വന്നു. ടൂറിസ്റ്റിന് റേഷൻ ഏരിയ അല്ല, കുടുംബശ്രീ ഏരിയ ആയിരുന്നു അല്ലേ? കുടുംബശ്രീ ഏരിയ വെച്ചാൽ SNDP കിട്ടിയ ഏരിയയാണ്. പക്ഷേ ഭയങ്കര വേവ് കൂടുതൽ. അപ്പോൾ ഇന്ന് സമയമില്ലാത്തതുകൊണ്ട് ഇത്ര ലേറ്റ് ആയില്ല. സമയം ഇപ്പം തന്നെ 7:45. അപ്പോൾ റേഷൻ ഏരിയ പെട്ടെന്ന് വേവും. കുക്കറിൽ വിസിലടിച്ചാൽ മതിയാവും. ആ അരിയൊന്നും എടുക്കാതെ നമ്മുടെ മൊബൈൽ സ്റ്റാൻഡ് അതിനകത്ത് കുത്തിച്ചിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ നാളെ ലൈവ് വരാനുള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കേണ്ടി വരും എന്താണ് കാര്യം നോക്കാം. ലൈവിൻ്റെ ലിങ്ക് ഇടണോ? അല്ലേ പറഞ്ഞ പോലെ ലൈവിൻ്റെ ലിങ്ക് ഇടാം അല്ലേ? യൂട്യൂബിൻ്റെ ലൈവിൻ്റെ ഞാൻ ലിങ്ക് ക്രിയേറ്റ് ചെയ്യട്ടെ. ശ്രുതിന് കഞ്ഞുള്ള സമയം കൊണ്ട് ഞാൻ ലിങ്ക് ഇടാനുള്ള പ്ലാൻ ചെയ്യണം. ഗ്ലാസിൻ്റെ അണന്ന് വെക്കാത്ത എന്താണ്?
അവിടുത്തെ നടന്നാൽ പോലെ ഇരുന്നാ കുഴപ്പമില്ല. നീ ഒന്നിച്ച് എനിക്കത് കഴിവാറിട്ടേക്കണം. ചോറ് ബാക്കി കുറേ ഉണ്ടാവും നമുക്ക്. കിണറിനോടൊന്ന് ബൾബെടുത്ത് കൊടുത്താൽ ശരിയാവില്ല. കാരണം നമുക്ക് രാത്രി എന്തെങ്കിലും ഇവിടെ ആവശ്യമുണ്ടെങ്കിൽ അങ്ങോട്ട് പോയി വട്ടം വേണം. ഇവിടെ നമുക്ക് ടോർച്ച് അടിച്ചാൽ ഇറങ്ങാം. നമുക്ക് അങ്ങനെ ഊരാം. ഇപ്പോൾ ഊരാം. അത് ഉരുട്ടി ഈ ബൾബ് എടുത്ത് പുറത്തിടാം. വേറെ ഉണ്ടോ നോക്കി ഷെൽഫ് ഉണ്ടാവും. ഷെൽഫിലൂടെ ഉണ്ടാവും. ഉണ്ട് നോണ്ട് ചെറുപ്പം കേട്ടോ. ആ ഷെൽഫിൽ നോക്കിയാൽ ഷെൽഫിൽ ചിലപ്പോൾ ഉണ്ടാവും. അതിൻ്റെ താഴത്തോടെ ഉണ്ടായിരുന്നു ഒരു ബൾബ്. എക്സ്ട്രാ ഒരു ബൾബ് എടുത്തുണ്ടായിരുന്നു. ആ താഴത്തെ ഷെൽഫ് അടിച്ച് നോക്കിയാൽ ഏത് താഴത്തെ അങ്ങനെ സൂതി പച്ചക്കപ്പിക്ക് സ്ട്രോ ഇട്ടിരിക്കുകയാണ്. ഇപ്രാവശ്യം സ്ട്രോ ഇല്ലാതെ അത് ചെരിച്ച വെള്ളം ഫുള്ളും മേത്ത് വീണു. അതിൻ്റെ ഏറ്റടില്ല ഒരു ബൾബ് ഉണ്ടായിരുന്നു. നോക്കിയുണ്ടോന്ന് ഇവിടെ തുറന്ന് ആ ഇരിക്കുന്നത് ബൾബല്ലേ. അപ്പോൾ മുകളിലത്തെ ഷെൽഫിലാണ്. എവിടെയോ ഒരു ഷെൽഫിൽ ബൾബ് ഉണ്ടായിരുന്നല്ലോ. നോക്കി അപ്പോൾ മുകളിലായിരിക്കും. അത് നോക്കി എവിടെ ഒരു ഷെൽഫിൽ ബൾബ് ഇട്ടുണ്ടായിരുന്നല്ലോ. ബൾബില്ലേ? ഉണ്ടായിരുന്നു നല്ലൊരു ബൾബ്. അതിനകത്താണ് നോക്കി ഷെൽഫ് ഉണ്ടാവും. എവിടെ ഒരു ബൾബ് ഉണ്ടായത് ഞാൻ കണ്ടായിട്ട് ഓർക്കണം. നീ ഓർക്കണം കണ്ടായിട്ട് ഇല്ലേ? ഒരു ബൾബ് എക്സ്ട്രാ ഉണ്ടായിട്ട് ഓർക്കണം കേസ്. പക്ഷേ കാണാനല്ല ഉണ്ടായിരുന്നല്ലോ. ഓർമ്മയില്ലേ ഒരു ബൾബ് എക്സ്ട്രാ ഉണ്ടായിരുന്നതായിട്ട്? അരി കഴിയും അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേസ്. പിന്നെ നമ്മൾ വെള്ളത്തിൽ കലത്തിനകത്ത് ആലമിട്ട് വെള്ളം വെച്ചായിരുന്നു അല്ലേ? ആലത്തിൻ്റെ ചൊവ്വയായി വെള്ളം ഫുള്ളും. അത് ഇച്ചിരി ഇതായിപ്പോയി തോന്നുന്നു. ചെറിയ ഇഷ്ടപ്പെട്ടത്. പക്ഷേ ആ ചൊവ്വയായിപ്പോയി. ബക്കറ്റിലിട്ട് ചേർന്നത് ആ വെള്ളത്തിന് ചൊവ്വയായിട്ടിപ്പോൾ കുടിച്ചപ്പോൾ ഭയങ്കര ഒരു വേറെ ടേസ്റ്റ് ഫീൽ. അപ്പോൾ ആ വെള്ളം സൂതി കളഞ്ഞിട്ടിപ്പോൾ കാലത്തിൽ നമ്മൾ വേറെ അലുമിനിയം കലത്തിൽ വെള്ളം കുടിച്ചിട്ടുണ്ട് കുടിക്കാനായിട്ട്. അപ്പോൾ അത് ഒഴിക്കാൻ വെച്ചിട്ട് ഉപ്പ് വെച്ച് കൈ കൊടുത്തേക്കാണ്. ഉപ്പ് കഴിച്ച് കൈ കൊടുത്തേക്കിട്ട് അതിനകത്തേക്ക് ഒഴിച്ച് വെക്കാമല്ലോ. അതാണ് പ്ലാൻ. അത് ചെയ്തിട്ടാണ് നമുക്ക് ബാക്കി എന്ത് ചെയ്യണം അല്ലേ? പിന്നെ ഇത് പപ്പടം പുറത്താൽ മതി. കറി നമ്മൾ തക്കാളി ഉണ്ടാക്കി ഉണ്ടാക്കി തരിപ്പുണ്ട്. ദോശക്കറി ഉണ്ടാക്കി കറി ബാക്കിയുണ്ട്. അപ്പോൾ അത് മതിയാവും. പപ്പടം മാത്രം കൊടുത്താൽ മതി. സുധീരിച്ച് ചേട്ടാ. അപ്പം ഞാൻ ചെറിയ പണി തുടങ്ങാൻ വേണ്ടി പോകണം. എനിക്കെൻ്റെ യൂട്യൂബ് നാളെ ഞായറാഴ്ച ലൈവ് ഉണ്ട് കേസ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ലിങ്ക് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ പരിപാടി ഞാൻ പോവാണ്. അപ്പോൾ ഞാൻ പോയിട്ട് അതിൻ്റെ പണിയോട് തുടങ്ങട്ടെ. എനിക്കത് ലേറ്റായി മാറിയാൽ ശരിയാവില്ല. ഞാൻ പോയി ബൾബ് വരാനുള്ള പ്ലാൻ ചെയ്യട്ടെ. ചോറിൻ്റെ കമ്പ് വെച്ച് ബൾബ് വലിച്ച് തൊട്ടാൽ താഴെ തുറക്കാനുള്ള പ്ലാൻ ചെയ്യണം. നോക്കട്ടെ. എൻ്റെ ബൾബ് ഇവിടുത്തെ ഈ ബൾബ് എടുത്ത് പുറത്തിടാനുള്ള പ്ലാൻ ഉണ്ട്. നോക്കട്ടെ. പിന്നെ ഡേറ്റ് നോക്കണം. കഴിഞ്ഞൊന്ന് ഈ ബൾബ് ഊരാണ്. ഊരട്ടെ. അതിന് ഡേറ്റ് ഉണ്ടോ? അപ്പോൾ എവിടെ അങ്ങോട്ട് 5/2/2025. അപ്പോൾ അതിൻ്റെ വാലിഡിറ്റി തീർന്നു. കത്തൂല. എന്നാൽ അവിടെ കിടക്കട്ടെ. നമുക്ക് വലുത് പുറത്തിടാം. അങ്ങനെയാണെങ്കിൽ അവിടെ കിടക്കട്ടെ. മാറ്റാം. ഈ വെള്ളം കൊടുത്ത് നമുക്കിത് പുറത്തിടാം. വഴിയില്ല. നമ്മൾ പുറത്ത് ഇതിട്ടെ കേസ്. കാരണം പുറത്താണ് വലുതാണത്. എന്തായാലും നോക്കട്ടെ. നാളെ പോയിട്ട് വാങ്ങിച്ചിടാം. ഈ വലുത് പുറത്തേക്കട്ടെ. അടിച്ചിട്ട് കൊണ്ടുപോയിക്കട്ടെ. ഇതിപ്പോൾ 1 വർഷം കഴിഞ്ഞല്ലേ? കഴിഞ്ഞ വർഷം 2 മാസം വാങ്ങിച്ചാണ്. ഇതിപ്പോൾ ഏപ്രിൽ മാസമായില്ലേ? അപ്പോൾ 1 വർഷമൊക്കെ ആയി. ഇനിയിപ്പോൾ അതൊക്കെ വയർ വലിച്ചിട്ട് കരണ്ട് പിന്നെ കുത്തിയായിട്ടാണ്. വയറാണ് വലിക്കുക. വയറുള്ളിൽ നിന്ന് വലിച്ചിട്ട് ഞാൻ പറയാൻ നിർത്തിയത്. നമ്മളിതൊക്കെ സെല്ലിട്ട് പോയി വയറെടുത്തിട്ടുണ്ടാക്കി. മഞ്ഞ കളർ വയറുണ്ട് അവിടെ പോയി കയറി. അതിൻ്റെ വയറ് സെല്ലിട്ട് പോയി ചുട്ടിച്ചിരിക്കുക. കാരണം വെള്ളം ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്താണ് വയറ് എടുക്കുന്നത്? എത്തുകൂടി പണിപോയ. ആ ഇപ്പോൾ ഓക്കെ പോട്ടെ. ആ മതി. ഇപ്പോൾ ഓക്കെ. ഇച്ചിരി കൂടി പോട്ടെ.
കാരണം മഴ അടിച്ചിട്ട് വെള്ളം തരാൻ പാടില്ല. മതി മതി ഇപ്പോൾ ഓക്കെ. ഇപ്പോൾ ചില ടൈറ്റായി മുട്ടി നിൽപ്പുണ്ടോ മതിയാ? ഇപ്പോൾ കറക്റ്റ് മുട്ടി നിൽപ്പുണ്ടോ അവിടെ മുകളിൽ? അയ്യോ ഇത് സാവില്ല, തട്ടി കൊടുക്കാം. മതി മതി. നീ പതുക്കെ മുകളിൽ കളിച്ച് പതുക്കെ കളിക്കട്ടോ. മതി മതി. ഇപ്പോൾ ഓക്കെ, മുട്ടിയിട്ടില്ല. ഇപ്പോൾ കറക്റ്റ് ഫിറ്റായി നിൽപ്പുണ്ട്. ഫിറ്റായി നിൽപ്പുണ്ട്. ടെക്നോളജിയാണ് ഫുഡിൽ ജെല്ല് കിട്ടിയേക്കാണ്. എന്താ ജെല്ല് കിട്ടുന്നത്? നേരത്തെ ജെല്ലല്ല കിട്ടിയിരുന്നത്. ആണോ ജെല്ല് കിട്ടിച്ചേക്കുന്നത്? വയറിന് പൊട്ടറൊന്നുമില്ലല്ലോ, ജെല്ല് ഷോക്ക് അടിക്കാൻ വേണ്ടിയാണ്. കത്തി ബൾബത്തി ആണോ? പുറത്ത് തന്നെ വെട്ടയാണ്. ഇപ്പോൾ പുറത്തെ വെട്ടം വേണ്ട ശരിക്കും. ഇവിടുത്തെ വെട്ടം പുറത്ത് എന്തായാലും ഒരു ബൾബ് വാങ്ങിച്ചിടണം. ഒരു ബൾബ് വാങ്ങിച്ച് ഇവിടെ ഇടണം. ആണ് ഇവിടെ നിന്ന് വെട്ടം. അതുപോലത്തെ പുറത്തിട്ട് കൊണ്ട് ചെറിയ ബൾബായാലും ഇവിടെ വാങ്ങിയിടണം. കാരണം ഇവിടെ നമുക്ക് എന്നാലും ഭക്ഷണം കഴിക്കാനൊക്കെ ഇരിക്കാനായാലും കാലുകൾ ചെയ്യാൻ വേണ്ടിയൊക്കെയാണ് വെള്ളം വെട്ടമാവില്ല. അപ്പോൾ അതിനുവേണ്ടി ഇവിടെ ഒരു ബൾബ് നാളെ വാങ്ങിച്ചതാണ്. ഈ ബൾബ് ഒരു വർഷം നിന്നു കേസ്. കാരണം ഈ ബൾബ് വാങ്ങിച്ചിട്ട് ഒരു വർഷത്തിൽ കൂടുതലായി. ഈ ബൾബ് വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഒരു വർഷമായി. അപ്പോൾ അതിന് മുന്നേ വാങ്ങിച്ച ബൾബാണ്. ഫസ്റ്റ് വാങ്ങിച്ചത് ഈ ബൾബാണ്. അപ്പോൾ ഒരു വർഷത്തിൽ കൂടുതൽ നിന്നു. അപ്പോൾ പിന്നെ കുഴപ്പമില്ല, വാറൻ്റിയൊക്കെ കഴിഞ്ഞില്ല. കറക്റ്റ് ഒരു വർഷം കഴിയുമ്പോൾ പോയി തോന്നുന്നു. നമ്മുടെ ചോറ് ഊറ്റിക്കൊണ്ടിരിക്കുക. ചോറ് ഏകദേശം ആയാ എന്നിട്ടുണ്ടാവും. കുറേ വിസിലടിച്ചല്ല എന്നിട്ടുണ്ടാവും കേസ്. നോക്കട്ടെ. ചോറായല്ല? ചോറായി. ശ്രുതി ചോറ് തൊട്ട് നോക്കില്ല. നോക്കണ്ട് സെറ്റാക്കും. നോക്കിയാൽ ശ്രുതിക്ക് മനസ്സിലാവും ആയതൊക്കെ. ശ്രുതി ഇപ്പം ഇത്രയും വളർന്നത്. പണ്ട് ഇത്രയൊന്നുമില്ല. പണ്ട് ഞാൻ കൊണ്ടിരുന്നത്. ശ്രുതി വളർന്നു. അതുകൊണ്ടാണ് ശ്രുതിക്ക് എക്സ്പീരിയൻസ് കൊണ്ട് വളർന്നു ശ്രുതി. അതാണ് വേറെ കാര്യം. എന്തായാലും ചോറ് കൂട്ടട്ടെ. പിന്നെ കുറച്ച് ഊരിയുടെ ബാക്കി ശ്രുതി കഞ്ഞുടിക്കാനാണ് പ്ലാനിങ്. അപ്പൊ ചോറ് കഴിക്കാം. എന്തില്ല ചോറ് കഴിക്കാം. വാഷർ ഓടിട്ട് ജസ്റ്റ് കണക്ക് എന്നാലും പുറത്ത് ചൂറ്റാറ് ശ്രുതി ഊറ്റുന്ന സാധനം അവിടെ തന്നെ വെച്ചെടുത്താൽ മതി. മാത്രം എന്താ കേസ് നമ്മളിവിടെ വെച്ചിട്ട് ഊറ്റുന്നത്. നമ്മൾ ആദ്യം ഉറപ്പുള്ള സ്ഥലത്ത് ചോറ് മാത്രം വെക്കണം. അങ്ങനെ നമ്മൾ ചോറ് മതി ബാക്കി അതിനകത്ത് വെച്ചാൽ ഊറ്റാണ്ടോ. ഇങ്ങനെ ഓട്ടപാത്രം ഉണ്ടല്ലോ മൂന്നാണ്. ഇപ്പോൾ വാഷർ ഊതി സ്ഥിതിക്ക് ഇങ്ങനെ വെച്ച് അടച്ചിട്ട് ഊറ്റിക്കഴിഞ്ഞാൽ സുഖമായിട്ട് ഊറ്റിക്കഴിഞ്ഞാൽ മറ്റേ ഓട്ടപാത്രം വെള്ളം വെക്കണം. ഓട്ടപാത്രം ഉള്ളതുകൊണ്ട് വലിയ പോകുന്ന വെടിയുണ്ട ചോറ് അല്ലേ? അഥവാ അഴിഞ്ഞിറങ്ങിയാലും ഓട്ടപാത്രം വീണത് കുഴപ്പമില്ല. ഇങ്ങനെയാണ് ശ്രുതി ഊറ്റാറ്. ശ്രുതിയുടെ ട്രിക്കാണ്. ശ്രുതിക്ക് മറ്റു വഴി ഊറ്റാനും അറിയാം. അതുവരെ കാര്യം കലത്തിൽ മടിച്ച് ഇതാക്കാനാണ് ശ്രുതിക്ക് അറിയാം. ഊറ്റാത്ത ഇങ്ങനെ നമ്മൾ വെച്ചിട്ട് നമുക്ക് ബാക്കി പഠിച്ച സമയത്ത് സേഫായിട്ട് ചോറ് അടഞ്ഞിരിക്കുമല്ല. തട്ടിയാലും മറിഞ്ഞു വീണാലും പാത്രം ഊരി പോരില്ല. അടുത്തില്ല വേണ്ടത് പുറത്ത് വെട്ടുമാണ്. കാരണം ഇവിടെയാണ് പന്നി പാമ്പൊക്കെ മനസ്സിലാവണ്ടേ. ഇവിടെയും വെട്ടം വേണം. പക്ഷേ തൽക്കാലത്തിന് ഇപ്പോൾ അതില്ല, കുഴപ്പമില്ല. ഒരു ചെറിയ വെട്ടം മാത്രം വെട്ടമില്ല. അതൊരു കാര്യം. പിന്നെ പാത്രം നോക്കി കിടക്കുമ്പോൾ ഇവിടെ ഓഫ് ചെയ്യാറുണ്ട്. ഇവിടെ ഇട്ടിട്ട് ഇവിടെ ഓഫ് ചെയ്തിട്ട് കിടക്കാറുണ്ട്. അപ്പോൾ ഇത് പിന്നെ കുഴപ്പമില്ലല്ലോ. എന്തായാലും പോയി ഭക്ഷണം ചോറ് ഊറ്റി കഴിഞ്ഞാൽ ഭക്ഷണം അയക്കും കഴിക്കാം. നമുക്ക് ചോറ് ഊറ്റി തീരട്ടെ, വെള്ളം പടിഞ്ഞ് തീരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് പപ്പടം മുറുക്കാനുള്ള കാര്യം ചെയ്യാം. ശ്രുതി വീണ്ടും മൊബൈൽ കഴിച്ചിരിക്കാം. ശ്രുതി വാ, പപ്പടം മുറുക്കാം. ജെല്ലടച്ചോ? പപ്പടം മുറുക്കാം വാ. ജെല്ലൊന്നും അടച്ചിട്ടില്ല. ജെല്ലടച്ച് വെച്ചപ്പോൾ നടത്തി ജെല്ലടച്ചിട്ടില്ല. തുറന്ന് വെച്ചിട്ട് എന്നിട്ട് പറഞ്ഞ് അടച്ചെന്ന് പറഞ്ഞു. തേങ്ങ ഇങ്ങനെ കൂടായി പോയി കേസ്. ചോറൊക്കെ എടുത്തപ്പോൾ എന്നെ വിളിച്ചില്ല കേസ്. ചോറ് ഊറ്റി കഴിഞ്ഞ് പെട്ടെന്ന് എടുത്ത് ശ്രുതി. അപ്പം എന്നെ വിളിച്ചില്ല. എടുത്തില്ല. അപ്പോൾ കുഴപ്പമില്ല. എന്തായാലും ചോറ് കണ്ടിട്ട് ഞാൻ ഭക്ഷണം കഴിക്കട്ടെ. പിന്നെ ഒരു ഉണക്കമീൻ ശ്രുതി പൊളിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ശ്രുതിക്കിൻ്റെ നമുക്ക് ഓരോന്ന് പൊളിച്ചിട്ടുണ്ട്. പപ്പടം പുറത്തിട്ട് എണ്ണയിൽ തന്നെ. എന്താ നമുക്ക് രാവിലത്തെ ഡിന്നർ കഴിക്കാം. വീഡിയോ പറഞ്ഞത് കിടി പറഞ്ഞ അവസ്ഥയാണ്. എന്തൊക്കെ വിളിച്ചവർ പറയണത്. ഒരു വെളിവില്ലാത്ത അവസ്ഥയിൽ സംസാരിക്കുന്നു. എന്തായാലും ഫുഡ് കഴിക്കട്ടെ കേസ്. ശ്രുതി അവിടെ നിന്ന് കഴിക്കും, ഞാൻ ഇവിടെ നിന്ന് കഴിക്കും.
ഞാൻ പുറത്തേക്ക് എൻ്റെ കസര എടുത്തോട്ടെ. ശ്രുതി കസര ഫുള്ള് തുണിയിട്ടേക്കൊണ്ട് അവിടെ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇതൊന്ന് മടക്കി വെക്കോ ശ്രുതി, നാളെയെങ്കിലും. അങ്ങനെയല്ല, നീ ചെയ്യണം. നിന്റെ ഇഷ്ടമൊന്നും ഉണ്ടല്ല. വലിച്ചിട്ട് എന്തെന്ന് ഇഷ്ടം സൂക്ഷിച്ചെടുത്തോക്കണം. ശ്രുതിക്കല്ല കുപ്പിയാണ് കഴിച്ചത്. ശ്രുതി കുടിച്ച് വെക്കണം. പക്ഷെ ചെയ്യൂല. അത് പറയും. നിങ്ങൾ നാളെ നോക്കോ, നാളെ രാത്രി അതിന് തീരൂല. അതാണ് പ്രശ്നം. ഇത് എൻ്റെ വെള്ളം. ഇത് ഞാൻ ഇപ്പം തീർക്കും. പകുതി കാൽഭാഗം കഴിഞ്ഞു. അത് പാസ്വേഡ് തീർക്കും ഞാൻ. ഒറ്റയ്ക്ക് രാത്രി തന്നെ കുടിച്ച് തീർക്കണ്ട. നാളെ കുടിച്ചാലും മതി. രാത്രി അധികം വെള്ളം കുടിക്കാൻ പാടില്ല. പക്ഷെ ഞാൻ നല്ല വെള്ളം കുടിക്കും. എനിക്ക് വെള്ളം ഇല്ലാതെ പറ്റൂല. അതുകൊണ്ടാ എന്നെപ്പോലെ വെള്ളത്തിന് അഡിക്റ്റാണ്. ഞാൻ പച്ചവെള്ളത്തിന് കേസ് അഡിക്റ്റ്. എനിക്ക് അഡിഷൻ പച്ചവെള്ളത്തിന്. ശ്രുതിക്കറിയാം. ഞാൻ നന്നായിട്ട് വെള്ളം കുടിക്കില്ല ശ്രുതി. ഞാൻ കുടിക്കാത്ത വെള്ളം നീ കുടിക്കൂല. ഞാൻ കുടിക്കാത്ത വേറെ ആരും കുടിക്കൂലെന്ന് തോന്നുന്നത്. ഞാൻ അതിന് മാത്രം കുടിക്കും. 3-4 ലിറ്റർ വെള്ളം കുടിക്കും. എനിക്ക് ദാഹം ദാഹിച്ചിട്ടൊന്നും കുടിക്കുന്നതല്ല, അല്ലാതെ വെറുതെ കുടിക്കുന്നതല്ല. ദാഹിച്ച് കുടിക്കുന്നതോട് കുഴപ്പമൊന്നുമില്ല. ആയിക്കോട്ടെ, നല്ലത് തന്നെ. ശരീരത്തിൽ ജലാംശം എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ട് വേർത്ത് പോകും നന്നായിട്ട്. മൂത്രം ഒഴിക്കും നന്നായിട്ട്. അതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നങ്ങളില്ല. മൂത്രക്കല്ലും അങ്ങനത്തെ പ്രശ്നമൊന്നും വരില്ല. ആയിക്കോട്ടെ, എന്തായാലും സോറി. ഭക്ഷണം കഴിച്ചോണ്ടിരിക്കാൻ ഞാൻ ഭക്ഷണം കഴിക്കട്ടെ. അതെന്താ എനിക്ക് ഈ പാത്രത്തിൽ എൻ്റെ പ്ലേറ്റ് എന്തേ പുതിയ പ്ലേറ്റൊക്കെ കഴുകിയതല്ലേ? പ്ലേറ്റ് കഴിക്കില്ല അപ്പം നീ എന്താ സെച്ച് പ്ലേറ്റ് കഴിക്കില്ലടോ? വെച്ചിരിക്കാം. ആ നിൻ്റെ കഴിക്കില്ല. ആയിക്കോട്ടെ, ഞാൻ കഴിക്കട്ടെ. ആയിക്കോട്ടെ. ശ്രുതിയും കൂടെ കഴിക്കാണ്ട് ഞാൻ കഴിച്ചു കഴിഞ്ഞു ഗൈസ്. ശ്രുതിയുടെ മൊബൈലിൽ സിനിമയും കൊണ്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിച്ചിരുന്നാണ് പെട്ടെന്ന്. അത് കിടന്നുറങ്ങാൻ വേണ്ടി ആണ്. ഇനി ഗുളി കഴിക്കണം, കിടന്നുറങ്ങണം എന്നൊക്കെ പരിപാടി. നമ്മൾ കിടക്കാൻ വേണ്ടി പോണ സമയത്ത് കിച്ചുകൊണ്ടിരിക്കുന്നത് ഗൈസ്. നേരത്തെ തോന്നി എൻ്റെ ഫുഡൊക്കെ നേരത്തെ കൂട്ടായിരുന്നു. ശ്രുതി അങ്ങനെ കുഴപ്പമില്ല, ഫുഡ് ചോദിക്കാം. അവൻ കഴിക്കണമെങ്കിൽ കഴിക്കട്ടെ. അവൻ കഴിക്കും. നമ്മുടെ അടുത്ത് വേറെ ഒന്നുമില്ല. അപ്പോൾ കുറച്ച് പെടികിരി ഇരിപ്പുണ്ട്. നമ്മൾ വാങ്ങിച്ചതിൻ്റെ ബാക്കി കുറച്ച് ഇരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ കൊടുക്കാൻ കുറച്ച് നമ്മുടെ വിഷം തോന്നിയിരിക്കും. അവൻ കഴിച്ചു പോകും. അധികം ഉണ്ടോ? കുറച്ചിട്ട് മതി. കാരണം അവൻ കഴിക്കാതെ പോയാൽ ചിലപ്പോൾ പണിയാവും. ചിലപ്പോൾ പറയാൻ പറ്റില്ല. നമ്മൾ കിടക്കാൻ വേണ്ടി കിടക്കി അവൻ പോയി കളയും. അതാണ് ഇവന് കൂവൻ കഴിച്ച് നിൽക്കുന്നോട് പുറത്ത് നിന്നിട്ടുണ്ടെങ്കിൽ ഇവൻ കഴിക്കൂല, കൈസ് ഓടിക്കളയും. അങ്ങനെ സ്വഭാവമുണ്ട് ഇവന്. ചില സ്ഥലത്ത് അങ്ങനത്തെ ഓരോ സൈക്കോത്തരങ്ങളും കാണിക്കും. അത് കുറച്ച് അച്ചപ്പത്തിൻ്റെ പൊടിയാണ്. കടപ്പല നിന്നാണ്. അതുകൊണ്ട് എല്ലാം ഇട്ട് കൊടുക്കുന്നത്. ശ്രുതി എല്ലാം കഴിക്കണം വെച്ചിട്ട് അവൻ കഴിക്കട്ടെ. അവനെ ആസ്വദിച്ച് കഴിക്കട്ടെ. അവൻ ആഗ്രഹമുണ്ട്. അപ്പോൾ ഇന്നത്തെ വിഷയം കഴിയും. ശ്രുതി നിങ്ങൾ പരിപാടി ഒന്നുമില്ല. ഞാൻ ഓൾറെഡി ബ്ലോഗ് വൈൻഡപ്പ് ചെയ്തിട്ടാണ് ഇപ്പോൾ വീണ്ടും വീഡിയോ എടുക്കുന്നത് വന്നപ്പോൾ. എന്തായാലും കഴിച്ചിട്ട് പോട്ടെ. ശ്രുതി എന്താ പുറത്ത് റൂമിൻ്റെ ജനലൊക്കെ അടച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രുതി ജനലൊക്കെ അടച്ചുകൊണ്ടിരിക്കുക. പിന്നെ എല്ലാം അടച്ച് വൃത്തിയാക്കിയിട്ട് കൂട്ടിയാ നമുക്ക് വേറെ പ്രത്യേകിച്ച് കൊടുക്കാനൊന്നുമില്ല അല്ലേ? ഉള്ളത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇന്നത്തെ നമ്മുടെ ഡൈനിങ് ലൈഫ് ഇത്രേ ഉള്ളൂ. ഇനി വേറെ പരിപാടി ഒന്നുമില്ല. ശ്രുതി ലൈറ്റ് ഓഫ് ആക്കുന്നത് കുറച്ച് ടേസ്റ്റ് ആക്കണം. ഇത് ശരിയാവൂല. എല്ലാം കൂടി വീണ്ടും നമ്മൾ എത്ര വീഴും. ചെവിയിലോ മൂക്കിലോടും കയറി പണി മാറും. വലിയ ബുദ്ധിമുട്ടായി മാറും അല്ലേ ശ്രുതി? നമ്മുടെ അത്ര വിശേഷങ്ങൾ കൂടുതൽ നീ താമസിച്ചത് പുതിയൊരു വിശേഷമായിട്ട് നീ കാണും. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഓൾ ബെല്ലൈക്കൺ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. കമന്റ്സ് ഒക്കെ വാരി വിതറുക. നിങ്ങൾക്ക് എന്ത് നെഗറ്റീവായാലും പോസിറ്റീവായാലും ധൈര്യമായിട്ട് പറയാം. നമ്മൾ എന്തായാലും നിങ്ങളുടെ അടുത്തൊന്നും വേറെ ഒന്നും പറയുന്നില്ല. നമ്മൾ അതൊക്കെ റിക്കവർ ചെയ്യാൻ നോക്കാം. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ ബൈ ബൈ.